നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. IPL അടുത്ത് വരുന്നു. ആരാധകർ ആവേശത്തിലാണ്. പല താരങ്ങളുടെയും അവൈലബിലിറ്റിയെക്കുറിച്ച് വിശദമായിട്ട് അറിയാൻ അതുകൊണ്ട് തന്നെ ആരാധകർക്ക് താല്പര്യവുമുണ്ട്. ഇപ്പോൾ RCBയുമായി ബന്ധപ്പെട്ട് കുറേ ക്വസ്റ്റ്യൻസ് വരുന്നത് യാഷ് ദയാലിൻ്റെ കാര്യത്തിലാണ്. നമ്മുടെ കമൻറ്റ് ബോക്സിലടക്കം യാഷ് ദയാൽ കളിക്കുമോ പ്ലീസ് അതിനെക്കുറിച്ച് പറയുമെന്നൊക്കെ പറഞ്ഞ് കമൻറ്റുകൾ കണ്ടിട്ടുണ്ട്. ഒരു വിശ്വാസയോഗ്യമായ സോഴ്സിൽ നിന്ന് വിവരം കിട്ടാതെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോഴിതാ കൃത്യമായി സോഴ്സിൽ നിന്ന് വിവരം വരുന്നു. യാഷ് ദയാൽ വിൽ നോട്ട് ജോയിൻ ദി RCB സ്ക്വാഡ് ദിസ് സീസൺ. ഈ സീസണിലേക്ക് യാഷ് ദയാൽ RCB സ്ക്വാഡിൽ ജോയിൻ ചെയ്യില്ല എന്ന് മോ ബബാത്ത് തന്നെ ഇപ്പോൾ കൺഫേം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കാരണം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏതായാലും ഇപ്പോൾ ബൊബാറ്റിൻ്റെ ഒരു വിശദീകരണം വന്നിരിക്കുന്നത് ഈസ് ഗോയിങ് ത്രൂ എ പേഴ്സണൽ സിറ്റുവേഷൻ. ഒരു പേഴ്സണൽ സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയാണ്. പക്ഷേ അദ്ദേഹം RCBയുമായിട്ട് അണ്ടർ കോൺട്രാക്റ്റാണ്. കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്തിട്ടൊന്നുമില്ല. ഈ സീസണിൽ സ്ക്വാഡിൽ ജോയിൻ ചെയ്യില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കറിയാം, കഴിഞ്ഞ IPLന് ശേഷം അദ്ദേഹം ഒരു കോമ്പറ്റിറ്റീവ് മത്സരം പോലും കളിച്ചിട്ടില്ല. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഒരു കേസ് ഉണ്ടല്ലോ, ഒരു റേപ്പ് കേസിൻ്റെ അലഗേഷനും മറ്റ് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അതൊരു ഭാഗത്തുണ്ട്. കൂടാതെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് വിവാഹവും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും യാഷ് ദയാൽ ഇത്തവണ IPLൽ കളിക്കില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇനി RCB എന്തെങ്കിലും റീപ്ലേസ്മെൻറ്റിലേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ കണ്ടറിയണം. അതേസമയം SRHൻ്റെ ഭാഗത്ത് നമുക്കറിയാം, ജാക്ക് എഡ്വേർഡ്സ് സ്ക്വാഡിൽ നിന്ന് പുറത്തായിരുന്നു. നമ്മൾ 2 ദിവസം മുമ്പ് അതിൻ്റെ വാർത്ത ചെയ്തതാണ്. ഇപ്പോൾ ക്രിക്ക് ബസ് കൺഫേം ചെയ്യുന്നു ഡേവിഡ് പൈൻ അദ്ദേഹത്തിന് പകരം സ്ക്വാഡിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന്. അപ്പോൾ ഇതാണ് ഏറ്റവും പുതുതായിട്ട് പുറത്തേക്ക് വന്നിട്ടുള്ള IPL വാർത്തകൾ. ഇനി നാളെ ക്യാപ്റ്റൻസ് മീറ്റിംഗ് ഉണ്ട്. അതിനെക്കുറിച്ച് സ്വാഭാവികമായിട്ടും ആരാധകർക്ക് അറിയാൻ താല്പര്യമുണ്ടാവും. കൂടുതൽ വിവരങ്ങളും വരുന്ന മുറക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നാളെ മുംബൈയിലാണ് ആ ഒരു ക്യാപ്റ്റൻസ് മീറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം നടക്കുന്നത്. അതിൽ SRHൻ്റെ ഭാഗത്ത് നിന്ന് അവരുടെ ക്യാപ്റ്റൻ നമുക്കറിയാമല്ലോ, പാറ്റ് കമിൻസ് ആണ്. അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തുന്നു. എന്നാൽ പോലും അദ്ദേഹമല്ല പങ്കെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. മറിച്ച് അവരുടെ ഇൻട്രിം ക്യാപ്റ്റനായിട്ട് അല്ലെങ്കിൽ കുറഞ്ഞ മത്സരങ്ങളിലേക്ക് ക്യാപ്റ്റനായിട്ട് ഇപ്പോൾ വെച്ചിട്ടുള്ള ഇഷാൻ കിഷനായിരിക്കും അതിൽ പങ്കെടുക്കുക. അതോടൊപ്പം തന്നെ എന്തൊക്കെ പ്രോഗ്രാംസാണ് അതിൽ ഉണ്ടാവുക എന്നതിനെക്കുറിച്ച് ഏതാണ്ടൊരു ധാരണ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതിൽ ക്യാപ്റ്റൻസ് ഫോട്ടോഷൂട്ട് ഉണ്ടാവും. ക്യാപ്റ്റൻസ് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഇൻഫ്ലുവൻസേഴ്സോ ക്രിയേറ്റേഴ്സോ ഇരിക്കുന്ന തരത്തിലുള്ള പ്രോഗ്രാമുകൾ ഉണ്ടാവും. ക്യാപ്റ്റൻസ് ചാലഞ്ച്, അതുപോലെ തന്നെ മറ്റ് ക്യാപ്റ്റൻസ് മീറ്റിംഗ്, ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളെല്ലാം നാളെ ഉണ്ടാകുമെന്നാണ് PTIയുടെ ജേർണലിസ്റ്റ് ഭരത് ശർമ്മ റിപ്പോർട്ട് ചെയ്യുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സിൽ എത്താം.